റാംബോന്റെ കഥ പറ. സ്ഥലം? ഞാൻ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ് എൻ്റെ നാട്. ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഇപ്പോൾ 1 വർഷം ആവാറായി. പിന്നെ ഞാൻ പഠിച്ചത് +2 കഴിഞ്ഞിട്ട് പിന്നെ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ്, ഫയർ ആൻഡ് സേഫ്റ്റി, അതൊക്കെയാണ് ഞാൻ പഠിച്ചത്. പിന്നെന്തോന്നു പൊറോട്ട മടക്കി പിടിച്ചൊരു ഒരു ചുരുട്ടി പിടിച്ചോടെ പൊറോട്ട ഇങ്ങോട്ട്. ഇവിടെ എത്തിപ്പെട്ട സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ വീട്ടിലെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ വീട്ടിലിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അച്ഛന്, അമ്മ, ചേട്ടൻ, ഇവരാണ് എൻ്റെ വീട്ടിലുള്ളത്. അതിലെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഞാൻ ഇപ്പം എന്നെ കുറിച്ച് പറയുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ആരുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ നിയാദിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ഞാനെന്ന് പറഞ്ഞാൽ അഡോപ്റ്റഡ് ചൈൽഡാണ്. എന്നെ എടുത്ത് വളർത്തിയതാണ്, കൊച്ചിയിൽ എന്നെ എടുത്ത് വളർത്തിയതാണ്. ഞാൻ ഇതറിയണ എൻ്റെ ഒരു 24-ാമത്തെ വയസ്സ്, 24 അല്ല, ഒരു 23 വയസ്സായ സമയത്താണ് ഞാൻ ഇത് അറിയണത്. ഒരു 3 വർഷം മുമ്പ് ആ സമയത്താണ് ഞാൻ ഇത് അറിയണത്, ഈ ഒരു കാര്യം അറിയണത്. പിന്നെ ഞാൻ എന്തോന്നു ആ സമയത്ത് ഞാൻ അറിയേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 23 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എന്തൊക്കെയോ ഞാൻ ഇങ്ങനെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾക്ക് ഇത് ആർക്കും അറിയില്ലായിരുന്നല്ലോ. ഞാൻ ഇവിടെ അഡോപ്റ്റഡ് നിങ്ങൾക്ക് അറിയില്ല. പറഞ്ഞോ? നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞ വേറെ ആർക്കും ഞാൻ ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല, വേറെ ആർക്കും ഇത് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു 23 വയസ്സ് ആ ഒരു പ്രായമുള്ള സമയത്താണ് ഞാൻ അറിയണത്. കൊച്ചിലോട്ട് ഇതിനു മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് വളർന്നു വരായിരുന്നു. അപ്പം പെട്ടെന്ന് പിന്നെ ആ ഒരു സമയത്ത് അറിഞ്ഞപ്പോഴത്തേക്ക് അത്രയും നാൾ നമ്മൾ എന്തോന്ന് അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ വീട്ടുകാർ, ബന്ധുക്കൾ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു സിറ്റുവേഷനിൽ അവരൊന്നും നമ്മളെ ആരും അല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടായിപ്പോയി. 1 വർഷം ഞാൻ ഇത് അറിഞ്ഞതിന് ശേഷം 1 വർഷം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. പുറത്തു പോയിട്ട് കൂട്ടുകാരന്മാരെ അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ ഒന്നും ഫേസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇത് മാറാൻ വേണ്ടിയിട്ടെന്നല്ല, അത്രയും ഞാൻ പിന്നെ കുറേ പേര് ഇങ്ങനെ എല്ലാവരും നോട്ടോ ഒരുമാതിരി കളിയാക്കൾ അങ്ങനെയൊക്കെയുള്ള നോട്ടമൊക്കെ കുറേ പേരുണ്ടായിരുന്നു. കുറേ കുടുംബക്കാരൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ 23 വർഷം ഞാൻ ഇത് അറിയണത് വരെ എന്നെ ആരും സങ്കടപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെ അത്രയും ഇതായിട്ടാണ് എൻ്റെ വീട്ടുകാർ അവർ നോക്കിയത്. വീട്ടിൽ അവർക്ക് സ്വന്തമായിട്ട് മൂത്ത മോനുണ്ട്, എൻ്റെ ഒരു ചേട്ടനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ എടുത്ത് വളർത്തിയത്. എന്നെ കൊച്ചിന് എനിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയത്. പിന്നെ അതിനുശേഷം അതിനുശേഷം ഞാൻ പുറത്തോട്ട് പോയി. ഇതെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവരെന്നെ പുറത്തോട്ട് വിട്ട്, ദുബായിലോട്ട് വിട്ട്. അവിടെ പോയി നിന്നിട്ടും ജോലിക്ക് പോയിട്ട് എന്നെ കൊണ്ട് അവിടെ ജോലി ചെയ്യാനൊന്നും പറ്റിയില്ല. ഈ ഒരു ഡിപ്രഷൻ അടിച്ചിട്ടുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു വന്നിട്ട് വീട്ടിൽ നിൽക്കാനും എന്നെ കൊണ്ട് പറ്റിയില്ല. എനിക്ക് വീട്ടിൽ നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വീട്ടിൽ നിൽക്കാനും എന്നെ കൊണ്ട് പറ്റിയില്ല. എല്ലാവരെയും കാണുമ്പോൾ ഒരാൾക്കാർ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നമ്മളെ നോക്കി നടന്ന് വെറുതെ ചിരിക്കണായിരിക്കും. അത്രയും നാൾ ചിരിച്ചതാണെങ്കിൽ ചിരിക്കുമ്പോഴായിരിക്കും. പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്ക് ആ ചിരിയൊക്കെ വേറൊരു രീതിയിൽ കളിയാക്കി ചിരിക്കുന്നതാണോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ, അങ്ങനെയൊക്കെ ഒരു സാധനം വരാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്യണമെന്ന് പിന്നെ വേറെ അറിഞ്ഞുകൂടായിരുന്നു. എന്താണ് അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ല. വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇത് കണക്ക് ജോലി നോക്കിയിട്ട് എനിക്ക് ആദ്യമൊന്നും നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് എനിക്ക് നിൽക്കേണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിൽ തന്നെ ഞാൻ എത്തിയത്. നാട്ടിൽ നിൽക്കേണ്ട, വേറെ എവിടെയെങ്കിലും നിൽക്കണമെന്നുള്ള ഒരു ഇതിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നേരെ ഞാൻ ആരടുത്തും പറഞ്ഞില്ല. ഞാൻ തിരിച്ച് പുറത്തോട്ട് തന്നെ പോകണം എന്നുള്ള ഇതിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 6 മാസം ഞാൻ കോയമ്പത്തൂർ വണ്ടി ഓടിക്കാൻ പോയി, ടാക്സി ഓടിക്കാൻ പോയി. 6 മാസം ഞാൻ ടാക്സി ഓടിക്കാൻ പോയി. വേറെ വരുമാനമൊന്നുമില്ല വീട്ടിൽ നിന്ന്. പിന്നെ ചോദിക്കാൻ പറ്റൂലെന്നല്ല, ചോദിച്ചാൽ തരും, പക്ഷെ എല്ലാവരും ചോദിക്കാനൊക്കെ ഒരു മടി. അങ്ങനെ 6 മാസം ഞാൻ കോയമ്പത്തൂർ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ ടാക്സി ഓടിച്ച് വാടകയ്ക്ക് ഒരു ടാക്സി ഓണർ ചെയ്യുന്ന ഒരു ടാക്സി റെന്റിനെടുത്ത് അത് ഓടിച്ച് രാത്രി അതിൽ തന്നെ കിടന്നുറങ്ങും, രാവിലെ എഴുന്നേക്കും, വീണ്ടും അതിൽ തന്നെ കിടന്നുറങ്ങും. അങ്ങനെ ഒരു 6 മാസം പോയി, മാക്സിമം പോയി പിടിച്ചു നിന്ന്. എന്നിട്ടും പിന്നെ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഇങ്ങനെ അവസാനം ഞാൻ ഇവിടെ എത്തി പറഞ്ഞത്. ഇവിടെ എത്തി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആരൊക്കെയോ ഭാഗ്യം കൊണ്ട് ഞാൻ ഇവൻ്റെ അടുത്ത് എത്തിപ്പെട്ടു. ഞാൻ ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വന്ന സമയത്ത് അത് നമ്മൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഇവിടെ ഫസ്റ്റ് പറഞ്ഞ സമയത്ത് ഞാൻ
ഒരു ജോഡി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ വേറെ ഒന്നുമില്ല. ഞാൻ എൻ്റെ അങ്ങനെ വേറെ പൈസയൊന്നുമില്ല. ഞാൻ വന്ന സമയത്ത് ഒരു ജോഡി, ഒരു പാൻറ്റ്, ഒരു ഷർട്ട്, ഇത് ഇട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു ടീഷർട്ട്, ഇതും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ ഇവിടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഓക്കെ. എല്ലാവരും കുറേ നാളുകൊണ്ട് ചോദിച്ചു എന്ത് ഡിപ്രഷൻ, എന്താണ് കാര്യം, എന്താണ് ഇതൊക്കെ ചോദിച്ചു. ഞാൻ 1 മാസം മുമ്പ് വീട്ടിൽ പോയിരുന്നു, ഓർമ്മയുണ്ടോ? ഞാൻ 1 മാസം മുമ്പ് വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പോയപ്പോഴത്തേക്ക് എനിക്കറിയാമെന്നുള്ള ഒരു അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെ, പക്ഷേ എന്തോന്ന് എനിക്ക് അത്രയ്ക്ക് അറിയാമെന്നുള്ള ഒരാൾ തന്നെ. അപ്പം അയാൾ ഞാൻ ജസ്റ്റ് അവിടെ അയാളെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അയാൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ഇതേന്നൊക്കെ പറഞ്ഞ് എന്തോന്ന് തന്നേ തള്ളയൊന്നും ഇല്ലാത്ത ഇവ അതീ കിടന്ന് എന്തോന്ന് കാണിക്കണേ, മനസ്സിലായി? ഇത് കാണിക്കുമ്പോഴും അവനൊരു ഇത് തോന്നൂലേ ഇവ ഒറ്റയ്ക്കാണെന്നുള്ളൊരിത് കോമാളിത്തരം കിടന്ന് കാണിക്കും, മനസ്സിലായ? അങ്ങനെ ഒരു സാധനം എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അയാൾ പറയണ ഒരു കാര്യം ഞാൻ കേട്ടിന്. അതിനുശേഷം എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ വേറെ ഒന്നും എനിക്ക് പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത്രയും നാൾ ഞാൻ ഒരു ഇത് ചെയ്യുന്നത്. എനിക്ക് രാത്രി ഉറങ്ങണതിൻ്റെ എനിക്ക് ഇങ്ങനെയുള്ള ഇതാണ്. പക്ഷെ അന്ന് അയാൾ ചോദിച്ചപ്പോൾ എനിക്കതിന് മറുപടി പറയാൻ പറ്റിയില്ല. ഇത് അയാൾ കാണുമെന്നോ ഇല്ലെങ്കിൽ കാണുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം അയാളിത് കാണണമെങ്കിൽ എനിക്ക് അയാളുടെ അടുത്ത് പറയാനുള്ളത് ഇതാണ് എൻ്റെ ഫാമിലി, ഈ നിൽക്കണ ഇവരാണ് എൻ്റെ ഫാമിലി. ഞാൻ അങ്ങനെ ഇവിടെ വന്നതാണ്. ഞാൻ ഇവിടെ വന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ വന്നത്, മനസ്സിലായ? ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇവിടെ വന്നത്. നീ അത് വിട്, നമുക്ക് ചില്ല, നമുക്ക് ഫൺ കാര്യങ്ങളൊക്കെ കോമഡി പറ, കോമഡി. ഇവിടെ വന്നിട്ട് ഞാൻ മൊത്തം ഹാപ്പിയാണ്. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ വന്നതാണ്. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് 2 ദിവസം ഞാൻ വന്ന് ഒരു 2 ദിവസമായപ്പോൾ ഇവൻ്റെ അടുത്ത് മാത്രമേ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. പിന്നെയാണ് ഷമീർ ഇത് അറിഞ്ഞത്. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ അന്ന് ഷമീർ ഇല്ല, ഞാൻ വന്ന് 2 ദിവസമായി. ഞാൻ ഇത് ഇവൻ്റെ അടുത്ത് പറഞ്ഞ് അത്ര ഇത് ഇവ എന്നെ അപ്പോഴും തന്നെ എനിക്ക് ഡ്രസ്സ്, ഞാൻ പറഞ്ഞില്ല, ഈ 2 ഡ്രസ്സും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഡ്രസ്സ് കാര്യങ്ങൾ എനിക്കിവിടെ ഇനി കിട്ടാത്തതായിട്ടൊന്നുമില്ല. എനിക്കിപ്പോൾ കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ അത്രയും ഹാപ്പിയാണ്. ഞാൻ പറയട്ടെ, എന്നെ അവർ എടുത്തു വളർത്തിയതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നേ വരെ അവർ ഒരു കുറവും വെച്ചിട്ടില്ല. അവരെന്നെ കാണുന്നത്, എന്നെ നോക്കണേന്ന് പറഞ്ഞാൽ അവർ ആ കുടുംബം തന്നെ, എൻ്റെ അച്ഛൻ്റെ ഫാമിലി ആയാലും അമ്മയുടെ ഫാമിലി ആയാലും വേറെ ആരെയും ഞാൻ പറയൂല, അവരെ കുടുംബം എന്നെ നോക്കണേന്ന് പറഞ്ഞാൽ അത്ര ഇതായിട്ടാണ് നോക്കണം. എൻ്റെ അച്ഛൻ്റെ അനിയനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവരെ മക്കളെ നോക്കണേയും കാട്ടി സ്നേഹത്തിലാണ് എന്നെ നോക്കിയിട്ടുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും അതേ കണക്ക് തന്നെ. അവർക്ക് എൻ്റെ ചേട്ടൻ എന്ത് ചെയ്യോ അതേ കണക്ക് എനിക്കും അവർ ചെയ്തിട്ടുള്ളൂ. അവൻ എന്ത് ചെയ്യോ അതേ കണക്ക് അന്ന് തന്നെ എനിക്കും ചെയ്തിരിക്കും. അല്ലാതെ അവന് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ഇത് അങ്ങനെ ഇതുവരെ ഒരു കൺസിഡറേഷൻ ഒന്നും ഞാൻ കൊടുത്ത് കണ്ടിട്ടില്ല. അതൊരു ഭാഗ്യം. ആ ഒരു ഭാഗ്യമാണ് എനിക്കുള്ളത്, എൻ്റെ അച്ഛനും അമ്മയും. നീ ചിരിച്ചടാ റാമോ, ചിരിക്കടാ. നീ ഒന്ന് ചിരിച്ചാണ്ട. കൊറേ ആയി സത്യം, നീ ചിരിച്ചിട്ട് നമ്മള് കൊറേ ആയി കണ്ടിട്ട്. നീ ഒന്ന് ചിരിക്ക്. നീ പറയാനുള്ള പറഞ്ഞു നിർത്തില്ല, മൈൻഡിലുള്ള പറഞ്ഞു നിർത്തില്ല. എന്നെ ഒന്ന് ചിരിച്ചാ റിലാക്സ് ആവും. ഒന്ന് ചിരിക്കടാ. വലിയ വിടും. ഒരു ദിവസം കൂടി റിക്കവർ ആട്ടെ. ഓക്കെ,